അവധി ആഘോഷിക്കാൻ എത്തിയ 2 ഇസ്രയേലി സൈനികരെ നാടുകടത്തി നാറ്റോ രാജ്യം. ഇത് ഇസ്രയേലിന് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രയേലി സൈനികരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ. നെതന്യാഹുവിനെ നാണം കെടുത്തി 2 പട്ടാളക്കാരോട് ആംസ്റ്റർഡാം വിടാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഗസ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത സൈനികർക്കെതിരെയാണ് നടപടി. ഒരു പലസ്തീൻ അനുകൂല സംഘടനയാണ് ഇത് തിരിച്ചറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഈ 2 സൈനികരും ഡച്ച് തലസ്ഥാനത്ത് അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു. ഇസ്രയേലിന്റെ 52-ാം ബറ്റാലിയൻ ടാങ്ക് കമാൻഡർ ഇതിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലി മീഡിയ ആയ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ വിവരങ്ങൾ ജനോസൈഡ് ട്രാക്കർ തിരിച്ചറിയുകയായിരുന്നു എന്നാണ്. യുദ്ധസമയത്ത് ഇവരെടുത്ത സെൽഫി ചിത്രങ്ങളും പുറത്തായിട്ടുണ്ട്. ദി ഹിന്ദ് റിജാബ് എന്ന ഫൗണ്ടേഷൻ ആണ് വാർത്ത പുറത്തുവിട്ടത്. സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ചിത്രങ്ങൾ വന്നതോടെ ഇസ്രയേലി സൈന്യം ഇവരോട് പുറത്തിറങ്ങരുതെന്നും ഹോട്ടലിൽ തന്നെ കഴിയാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരോട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയും ഫോട്ടോകളും ഡിലീറ്റ് ചെയ്യാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രയേലി സൈന്യം വിദേശ രാജ്യങ്ങളിലുള്ള അവധിക്കാല ആഘോഷം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് അറസ്റ്റിനും വഴിവെച്ചേക്കാം. ചുരുക്കം പറഞ്ഞാൽ യുദ്ധക്കുറ്റവാളികളായ നെതന്യാഹുവും പട്ടാളവും സ്വന്തം രാജ്യത്ത് തന്നെ കഴിഞ്ഞുകൂടേണ്ടി വരും.